നമസ്കാരം. ലോകം വ്യാപാര യുദ്ധം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ശക്തരായ രണ്ട് രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ചൈനയും. ഏത് രീതിയിൽ നോക്കിയാലും സൈനികമായോ സാമ്പത്തികമായോ ശാസ്ത്രപരമായോ ഒക്കെ നോക്കിയാലും മേൽത്തട്ടിൽ നിൽക്കുന്ന, ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക യുദ്ധം, വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ കൗണ്ടർ മെഷേഴ്സുമായി ചൈന നീങ്ങുന്ന ഒരു കാഴ്ച. അമേരിക്ക ഇമ്പോസ് ചെയ്ത 10% ടാരിഫ് നിലവിൽ വന്നിരിക്കുന്നു. ചൈനീസ് കയറ്റുമതിക്ക് അമേരിക്ക പ്രഖ്യാപിച്ച 10% ഇറക്കുമതി ചുങ്കം നിലവിൽ വന്ന ഉടനെ തന്നെ ചൈന പ്രതികരിച്ചിരിക്കുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങളിൽ ചിലതിന് 15% ഇറക്കുമതി തീരുവ ചൈനയും ചുമത്തിയിരിക്കുന്നു. എന്താണ് ട്രേഡ് ഫിഗേഴ്സ്? വലിയ തോതിലാണ് ചൈന അമേരിക്ക വ്യാപാരം. ചൈന കയറ്റുമതി ചെയ്യുന്ന ഗുഡ്സ് അമേരിക്കയിലേക്ക് വളരെ വലിയ രീതിയിലാണ്. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അമേരിക്കയുടെ ആകെ ഇറക്കുമതിയിൽ 16.4% ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. അത് വൈവിധ്യങ്ങളാർന്ന പ്രോഡക്ട്സ് ഉണ്ട്. സാമാന്യം സുഗമമായി അമേരിക്കയിലെ ജീവിതം നടക്കുന്നതിന്റെ പിന്നിൽ ചൈനയിൽ നിന്ന് കടന്നു വരുന്ന വില കുറഞ്ഞ അല്ലെങ്കിൽ താങ്ങാവുന്ന വിലയുള്ള വസ്തുക്കളാണ്. അത് ഒറ്റയടിക്ക് നിൽക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അവയ്ക്കെല്ലാം ഇറക്കുമതി ചെയ്യൽ, അതിൽ മിക്കതിനും 10% ഇറക്കുമതി തീരുവ ചുമത്തിയിരിക്കുകയാണ്. അപ്പൊ ചൈന അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കുറവാണ് കാര്യങ്ങൾ. പൊതുവെ ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ LNG അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കൽക്കരി ഇപ്പോൾ പണ്ട് ഇറക്കുമതി ചെയ്തിരുന്നു. ഇപ്പോൾ തീരെ കുറവാണ് അമേരിക്കയിൽ നിന്നും ചൈന ഇറക്കുമതി ചെയ്യുന്ന കൽക്കരി. അതുപോലെ പ്രകൃതി വാതകത്തിനും കൽക്കരിക്കും ചൈന 15% നികുതി, ഇറക്കുമതി തീരുവ ചുമത്തിയിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും കടന്നു വരുന്ന ഈ കാര്യങ്ങൾക്ക്. അതുപോലെ ക്രൂഡ് ഓയിൽ 10% നികുതി ചുമത്തിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ചൈന ഊർജ കാര്യത്തിൽ സ്വല്പം പിന്നോട്ടാണ്. ഊർജ ഉപാധികൾ വളരെ കുറവാണ്, നാച്ചുറൽ റിസോഴ്സസ്. അപ്പൊ അവരതുകൊണ്ട് വലിയ തോതിൽ ഹൈഡ്രോകാർബൺ റിസർവ്സ്, വെളിയിൽ നിന്നും ഹൈഡ്രോകാർബൺ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ വിദേശത്ത് നിന്നും സ്വീകരിക്കേണ്ടി വരുന്നു. ഇന്ത്യയുടെ ഗതി പോലെ തന്നെയാണ് ചൈനയുടെ ഗതി. അതാണ് നമ്മുടെ ഒരു ഏക ആശ്വാസം. ഇന്ത്യക്ക് മാത്രമല്ലല്ലോ തമ്പുരാനെ, ചൈനയ്ക്കും ഇതുപോലെ തന്നെ ഒരു ഊർജ പ്രതിസന്ധി ഉണ്ടല്ലോ എന്ന് ഇന്ത്യക്ക് ആശ്വസിക്കാം. അത് മാത്രമേ ഉള്ളൂ മിച്ചം. പക്ഷേ ചൈനയുടെ ആകെ ഊർജ ഇറക്കുമതിയുടെ 2-3% മാത്രമേ അമേരിക്കയിൽ നിന്ന് വരുന്നുള്ളൂ. തൊട്ടടുത്ത രാജ്യമായ റഷ്യ വലിയ തോതിൽ ഊർജ ഉപാധികൾ നൽകാൻ തയ്യാറാകുമ്പോൾ, കൽക്കരിയാകട്ടെ, പ്രകൃതിവാതകമാകട്ടെ, ക്രൂഡ് ഓയിൽ ആകട്ടെ നൽകാൻ തയ്യാറാകുമ്പോൾ ചൈനയ്ക്ക് എന്തിനാണ് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി എന്ന് നമ്മൾ ചോദിച്ചേക്കാം. പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള വാഹന ഇറക്കുമതി, ഇതിനെല്ലാം തന്നെ ചൈന പ്രതിരോധ നടപടി എന്ന നിലയിൽ, പ്രതികാര നടപടി എന്ന നിലയിൽ കൗണ്ടർ ടാക്സുകൾ ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനെല്ലാം കാരണമായത് ഡൊണാൾഡ് ട്രംപിന്റെ പോളിസിയാണ്. ഫെൻറ്റനിൽ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം, ഡ്രഗാണ്, മയക്കുമരുന്നാണ്. അത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസ സംയുക്തങ്ങൾ അത് കാനഡ വഴിയും മെക്സിക്കോ വഴിയും അമേരിക്കയുടെ മണ്ണിലേക്ക് കടന്നു വരുന്നു. അമേരിക്കയിൽ ഒരു വർഷം 1 ലക്ഷം പേരോളമാണ് ഈ ഡ്രഗിന്റെ ഉപയോഗത്താൽ അവരുടെ ജീവിതം താറുമാറാകുന്നത്. അത് വലിയൊരു നമ്പറാണ്. ഒന്നുകിൽ മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരെ ക്രിപ്പിൾഡ് ആവുകയാണ്. ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നം, ആരോഗ്യ പ്രശ്നമായി ട്രംപ് തെരഞ്ഞെടുപ്പ് മധ്യേ ഉയർത്തിക്കാട്ടി. ബട്ട് ഉപരോധം പ്രഖ്യാപിക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ്. മെക്സിക്കോയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. അത് കുടിയേറ്റം കാരണവും ഈ ഫെൻറ്റനിൽ എന്ന ഡ്രഗ് കടന്നു വരുന്നത് കാരണവും മാഫിയകളുടെ കടന്നുവരവ് കാരണവും മെക്സിക്കോയ്ക്കെതിരെ ഉള്ള 25% ടാരിഫ്, കാനഡയ്ക്കെതിരെയുള്ള ടാരിഫ്. പക്ഷേ ഈ 2 ടാരിഫും നിലവിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക്, ഈ കഴിഞ്ഞ പോയ ചൊവ്വാഴ്ചയാണ് നിലവിൽ വരേണ്ടത്. അതിന് തൊട്ടു മുൻപ് നാടകീയമായ ഒരു പ്രഖ്യാപനത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. 1 മാസത്തേക്ക് അത് തടഞ്ഞു വെച്ചതേ ഉള്ളൂ, പിൻവലിച്ചിട്ടില്ല. എന്നാൽ ചൈനയുമായുള്ള ആ ഒരു ഉടമ്പടി, അല്ലെങ്കിൽ ചൈനയുമായുള്ള ആ ഒരു ഇറക്കുമതി നിരോധനമല്ല, കടുത്ത ടാക്സ്, അത് നിലവിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ചൈനയും ഉടനടി പ്രതികരിക്കാൻ നിർബന്ധിതമായത്. പക്ഷെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഉടനടി കണ്ടുമുട്ടും എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നത് ഒരുപക്ഷെ നല്ലതിനല്ല, ലോകത്തിന് നല്ലതിനല്ല.
ഈ രണ്ട് രാജ്യങ്ങൾക്കും നല്ലതിനല്ല, ലോക വ്യവസ്ഥയ്ക്ക് നല്ലതിനല്ല. ചൈന പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിബന്ധനകളെ ലംഘിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ബെല്ലും ബ്രേക്കുമില്ലാത്ത ഈ പോക്ക്. പക്ഷേ $350 ബില്യൺ വ്യാപാര കമ്മിയാണ് ഒരുപക്ഷെ അമേരിക്കയെ വലയ്ക്കുന്നത്. ഇത് വലിയൊരു ഒരു ഫിഗറാണ്. അത്രയും വ്യാപാര കമ്മി ചൈനയുമായുള്ള വ്യാപാരത്തിൽ ഉണ്ടാകുമ്പോൾ ആ വ്യാപാര കമ്മി പരമാവധി കുറച്ചു കൊണ്ടുവന്ന് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് കുറച്ചു കൊണ്ടുവന്നാൽ അത് അമേരിക്കയിൽ തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ സാധ്യമാകും. അമേരിക്കയിൽ ഒരുപക്ഷെ വിലക്കയറ്റം ഉണ്ടാകും. അമേരിക്കയിൽ ഉൽപാദന ചെലവ് കൂടുതലാണ്, വില കയറാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അമേരിക്കയുടെ ലാർജസ്റ്റ് ഇമ്പോർട്ടർ അല്ലെങ്കിൽ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറായ ചൈന, രണ്ടാമത്തെ ലാർജസ്റ്റ് ആയ മെക്സിക്കോ, മൂന്നാമത്തെ ഇതായ കാനഡ, ഇത് മൂന്നുമാണ് 16-17% ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി. ഒരു 14% ആകെ ഇറക്കുമതിയിൽ മെക്സിക്കോ. ഏതാണ്ട് സമാനമായ 14%-ഓടടുത്ത് നിൽക്കുന്നു കാനഡയിൽ നിന്നും. അപ്പൊ അമേരിക്കയുടെ മൊത്തം ഇറക്കുമതിയുടെ പകുതിയും വരുന്നത് ചൈന, കാനഡ ആൻഡ് മെക്സിക്കോ, രണ്ടായ രാജ്യങ്ങളും മാറിക്കിടക്കുന്ന ചൈനയിൽ നിന്നുമാണ്. ഈ 3 രാജ്യങ്ങളുമാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ട്രംപ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ചൈന അമേരിക്ക വ്യാപാര യുദ്ധം കടുക്കുമ്പോൾ ചൈന പൂർണ്ണമായി അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിർത്തിവെക്കേണ്ടി വരുമോ? പ്രത്യേകിച്ച് മെറ്റൽസ് ആൻഡ് മിനറൽസ് അമേരിക്കയിലേക്ക് ചൈന കയറ്റുമതി ചെയ്തു. ടങ്സ്റ്റൺ ഉൾപ്പെടെയുള്ള കഠിനമായ മെറ്റൽസ്, അത് ഈ ടാങ്കുകളെയൊക്കെ പിയേഴ്സ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഇന്ധന കവചം മുഴുവൻ പിയേഴ്സ് ചെയ്യാനുള്ള ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണ്. അല്ലെങ്കിൽ അതാണ്. അത് കയറ്റി അയക്കാൻ സാധിക്കില്ല എന്ന് ചൈന പറഞ്ഞു. അതിനുള്ള മൊറട്ടോറിയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിമേലാൽ ടങ്സ്റ്റൺ കയറ്റി അയക്കില്ല. മോളിബിഡിനം പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അമേരിക്ക വലിയ തോതിൽ ഉപയോഗിക്കുന്നതും അതിന്റെ ഉൽപാദനം നടക്കുന്നത് പ്രധാനമായും ലോകത്ത് ചൈനയിലാണ്. അങ്ങനെ ഒരു 6-7 എലമെന്റ്സിന്റെ ലിസ്റ്റ് ചൈന പുറത്തുവിട്ടു. ഈ കാര്യങ്ങളിൽ മിനറൽസ് അമേരിക്കയിലേക്ക് ഒരു കയറ്റുമതിയും ഉണ്ടാവില്ല എന്ന് ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊരു കൊടുക്കൽ വാങ്ങലിന്റെ ഇതാണ് ലോകം. അപ്പൊ കഠിനമായ തീരുമാനങ്ങളുമായി രാജ്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു വെല്ലുവിളിയാകും. അപ്പൊ ചൈന വെക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലേക്ക്, വെക്കേറ്റ് ചെയ്യില്ല, ചെറിയ തോതിൽ വെക്കേറ്റ് ചെയ്താൽ ആ സ്പേസിലേക്ക് ഇരച്ചു കയറാൻ കഴിയുമോ എന്നതാണ് ഇന്ത്യയുടെ നോട്ടം. അതുകൊണ്ട് ഒന്ന് ചത്ത് ചീഞ്ഞ് വളമാകുന്നത് മറ്റൊന്നിന് ഇന്ധനമാകുന്നു, ഊർജമാകുന്നു, വളമാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ചൈന അമേരിക്ക ബന്ധം വ്യാപാര ബന്ധം വഷളായാൽ ഇന്ത്യക്ക് കൂടുതൽ എക്സ്പോർട്ട് സാധ്യത ഉണ്ടോ എന്ന അന്വേഷണമാണ്. ഇപ്പോൾ തന്നെ എക്സ്പോർട്ട് സർപ്ലസ് ആണ് ഇന്ത്യക്കുള്ളത്. അത് കൂടുതൽ സർപ്ലസ് ആകാൻ അമേരിക്ക അനുവദിക്കുമോ എന്നത് മറ്റൊരു ചോദ്യം. നമുക്ക് കാണാം.